ഹലോ ഗൈസ്, അപ്പോൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇന്ന് പിന്നെ പണിക്ക് പോകണം. അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയപ്പോൾ അമ്മ പത്തിരിയും ചിക്കൻ കറി, അങ്ങനെ അതും കഴിച്ച് നേരെ കമ്പനിയിലേക്ക് ഇറങ്ങി. രാവിലെ തന്നെ കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഡെയിലി ബൈക്ക് എടുത്ത് പോയാൽ ഒക്കൂല, അതുകൊണ്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അത്തോളി ബൈക്ക് വെച്ച് ബസ് കാത്തുനിന്നപ്പോൾ മെഹ്റൂബ വന്ന്. അങ്ങനെ മെഹ്റൂബ കയറി നേരെ വെസ്റ്റിൽ ഇറങ്ങി. ഇന്ന് നിർത്തിയിട്ട് ലോറിയൊക്കെ ഗുഡ്സ് ട്രെയിൻ വരും, അതിൻ്റെ അന്ന് സാധനം ലോഡ് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ വെസ്റ്റിൽ റെയിൽ കടന്നിട്ട് വേണം കമ്പനിയിലേക്ക് പോവാൻ. ഗുഡ്സ് ട്രെയിൻ അവിടെ നിർത്തിയിട്ട് സാധനം ഇറക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നേരെ കമ്പനിയിലെത്തി. കുറേ വണ്ടിയുണ്ട് മുമ്പ് തന്നെ, ഇതൊക്കെ ലോഡാക്കാൻ നിൽക്കുകയാണ്. രാവിലെ അതിനെ കൊണ്ട് നല്ല തിരക്കായിരിക്കും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ സിസ്റ്റത്തിൽ നമ്മളെ വയനാട് വീഡിയോ കുറച്ച് നേരം ഇരുന്ന് കണ്ട്. അങ്ങനെ ഇന്ന് വരാനുള്ള ലോഡ് നോക്കിയപ്പോൾ 4 ലോഡ് വരാണ്ട്. 2 കോയമ്പത്തൂർ, 1 സേലം, 1 കൊച്ചി. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഇറക്കേണ്ട സാധനങ്ങളാണ്. അങ്ങനെ രാവിലെ തന്നെ ഫസ്റ്റ് ലോഡ് വന്ന്. ഇത് പോട്ടർമാരെ ഇറക്കണ്ടേ, പോട്ടർമാരെ എത്താൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ബയ്യന്മാരെ വെച്ച് സാധനം ഇറക്കിപ്പിച്ച്. ഇറക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് താഹക്ക് രാജുവേട്ടനും വന്ന്. പിന്നെ അവരായി ഇറക്കാൻ. അബ്ദുക്കന്ന് താടി മുടിയൊക്കെ ഒന്ന് ചെത്തി മിനുക്കി സുന്ദരനായിട്ടാണ് വന്നത്. അങ്ങനെ ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് കടപ്പോയി. അവിടെ നിന്നൊരു പത്തിരിയും 1 ചായയും കഴിച്ചു. അത് കഴിച്ച് വരുമ്പോഴേക്ക് ഉച്ചയായി. ഉച്ചയ്ക്ക് ചോറ്റുപാത്രം തുറന്നു നോക്കുമ്പോൾ ചിക്കൻ പൊരിച്ചതും ചോറും കറികൾ, അങ്ങനെ അത് കഴിച്ച്. അപ്പോഴേക്ക് വേറൊരു ലോഡ് വന്ന്. എന്തോ വലിയ നല്ല വെയിറ്റുള്ളൊരു സാധനം. അങ്ങനെ അത് ഇറക്കാനായിട്ട് നമ്മൾ ഓഫീസിലെ എല്ലാ സ്റ്റാഫുകളും വന്ന് എല്ലാവരും കൂടെയാണ് അത് ഇറക്കിയത്. അത് ഇൻസൈഡ് ചെയ്ത ആളാണ് നമ്മളെ മാനേജർ. അത് ഇറക്കി കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത ലോഡ് വന്ന് കോയമ്പത്തൂരിൽ നിന്നുള്ള. അത് ഇറക്കാനായിട്ട് കുറേ പോട്ടർമാർ വന്ന്. സക്രി അച്ചാനും മുനീർക്കയും റിയാസ്ക്കൊക്കെയാണ് വന്നത്. അങ്ങനെ നേരത്തെ ഇറക്കിയ വെയിറ്റുള്ള സാധനം തിരിച്ച വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ അച്ചാനും ടീമൊക്കെ റെഡിയായി. എല്ലാവരും കൂടെ അത് വണ്ടിയിലേക്ക് കയറ്റി. അങ്ങനെ രാത്രി ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ കൊടക്കലുള്ള ഹോട്ട് ബൈക്ക് കയറി. സവാദ് വിളിച്ചതാണ്. അപ്പോൾ സവാദ് എന്തോ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടാളോട് അവിടെ നിന്ന് അൽഫാം പൊള്ളിച്ചതും റൊട്ടിയും വാങ്ങി അത് കഴിച്ചു. പുതിയതായിട്ട് തുറന്ന കടയാണ് ഇത് കൊടക്കല്. കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് പോകാൻ പറ്റിയത്. അങ്ങനെ ഞാനും സവാദും കൂടിയാണ് പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മസാലയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് സവാദ് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അതും കഴിച്ച് ഞാനും നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.